ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ പോസിറ്റീവ് ആണ്. ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് GDP ഡാറ്റ അനൗൺസ് ചെയ്തിരുന്നു. 4.7% ഡാറ്റ വന്നിരിക്കുന്നത്. ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഹൗസിംഗ് ഡാറ്റ, അതുപോലെ തന്നെ IIP ഡാറ്റയൊക്കെ ബിലോ എക്സ്പെക്റ്റേഷനാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം ഇന്ന് ആരംഭിക്കുകയാണ്. 18-ാം തീയതി അവസാനിക്കും. ധാരാളം റിഫോം മെഷേഴ്സ് ഉണ്ടാവുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലാണ് ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് മോർണിംഗിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ ഇതിൽ ഈ ഡാറ്റ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറവാണ്. കാരണം Q1 റിസൾട്ടുകൾ, ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ജൂലൈ 23 നമ്മുടെ ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് എക്സ്പെക്റ്റേഷനും മാർക്കറ്റിനൊരു പോസിറ്റീവ് ബയാസിൽ നിർത്താനാണ് ചാൻസസ് കൂടുതൽ. നിഫ്റ്റിയും സെൻസസും ഒരുപക്ഷെ ഇന്നും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SL ടെക് വീണ്ടും മുന്നേറിയേക്കാം. SL ടെക്കിൻ്റെ Q1 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ IREDA നല്ല റിസൾട്ടായിരുന്നു. ഇന്ന് ധാരാളം Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ്മെൻ്റൊക്കെ നമുക്ക് പല സ്റ്റോക്കുകളിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നൊരു പക്ഷേ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ഒന്ന് സൊമാറ്റോ ആണ്. പെർ ഓർഡർ 6 രൂപ അവർ കൂട്ടിയിരിക്കുകയാണ്. അവരുടെ ചാർജസ് തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം ഫീ എന്നുള്ള പേരിലാണ് കൂട്ടിയിട്ടുള്ളത്. 6 രൂപ പെർ ഓർഡർ എന്ന് പറയുമ്പോൾ നല്ല റവന്യൂ ഇൻക്രീസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ സൊമാറ്റോ പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തേക്കാം. അതുപോലെ തന്നെ GT&Dക്ക് 490 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിരിക്കുകയെന്ന് പവർ ഗ്രിഡിൻ്റെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. പവർ സെക്ടറിൽ നിന്നുള്ള MNC കമ്പനിയാണ്. RVNL 133 കോടി രൂപ വരെ ഓർഡർ കൂടി കിട്ടിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ബാങ്കിങ് ആണ് ഈ റെയിൽവേ സ്റ്റോക്ക്. റൈമണ്ട് ലൈഫ് സ്റ്റൈല് ഓഗസ്റ്റ് മാസത്തിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബോർഡ് ഷഫ്ലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയ ഫിഗേഴ്സൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ലിസ്റ്റിങ്ങിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കാണ് റൈമണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ്. റൈമണ്ട് റൈമണ്ട് ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിന് 100 ഷെയറിന് 80 ലൈഫ് സ്റ്റൈലിൻ്റെ ഷെയറാണ് കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ റൈമണ്ടും നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. സെൻ ടെക്നോളജി പുതിയ 4 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് റോബോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർമിക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഡിഫൻസ് നീഡിനും വേണ്ടിയിട്ട് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോളോ മൈക്രോസിസ്റ്റം ഡ്രോണിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ആർമിയിൽ നിന്നാണ്. അതുപോലെ തന്നെ EMS ലിമിറ്റഡ് വാട്ടർ ഡിസാലിനേഷൻ രംഗത്തുള്ളൊരു കമ്പനിയാണ്. 140 കോടി രൂപ ഓർഡറാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ AC ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ബ്ലൂ സ്റ്റാറിൻ്റെ റിസർച്ചും പ്രഡിക്ഷനൊക്കെ വളരെ പ്രോമിസിങ് ആണ്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഡബിൾ ആവുമെന്നാണ് പറയുന്നത് ACയുടെ മാർക്കറ്റ് സൈസ്. തീർച്ചയായിട്ടും നമ്മുടെ AC മാനുഫാക്ചറിങ് കമ്പനികളായ വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ജോൺസൺ കൺട്രോൾസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ ഇന്നലെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ PC ജുവല്ലേഴ്സ് വാറണ്ട് ഇഷ്യൂ നടത്തുകയാണ്. 2775 കോടി രൂപയ്ക്കുള്ള വാറണ്ടാണ്. ഇതിൽ 75% ഡെറ്റ് റീപേയ്മെൻറ്റിനാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് PC ജുവല്ലേഴ്സ്. അറൗണ്ട് 70 രൂപ നിരക്കിലാണ് ഇപ്പം മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നത്. അതിൻ്റെ വാറണ്ട് കൺവേർഷൻ വരുന്നത് 56 രൂപ 20 പൈസ വെച്ചിട്ടാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് PC ജുവല്ലേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ അവരുടെ പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. UP പവർ ജനറേഷൻ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. 500 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് അഡീഷൻ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. PSU കമ്പനികൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസ്ഡാണ്.
അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നെയ്വേലി ലിഗ്നൈറ്റും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. അഡാനി പോർട്ട് 4ാമത്തെ ഇൻ്റർനാഷണൽ പോർട്ട് ആരംഭിക്കുകയാണ് വിയറ്റ്നാമിൽ. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് കമ്മീഷൻ ചെയ്തിരുന്നു. ഇതും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസാണ് അഡാനിനെ സംബന്ധിച്ച്. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ മാർക്കറ്റിൽ പോസിറ്റീവാണ്. എന്നിരുന്നാലും മാർക്കറ്റിൽ വളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നല്ല പ്രൈസ് ഏണിംഗ് റേഷ്യോയിലാണ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ, റീറ്റെയിൽ ഇൻഫ്ലോ ഒക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും വന്നില്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ്. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.